Good morning. Today is our day 2 of our trek. നമ്മളിന്ന് വാലി ഓഫ് ഫ്ലവേഴ്സ് പോവാം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. സമയം ഇപ്പോൾ രാവിലെ 6:30 ആയി. നമുക്ക് 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്നലെ ഡിന്നർ കഴിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ടേബിളിലുള്ള ഒരാൾ ദോശ കഴിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അത് മനസ്സിലാക്കി നമ്മുടെ ട്രക്ക് ലീഡർ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ അറേഞ്ച് തന്നു. നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് പോകുന്ന വഴി ദാബാസോ അല്ലെങ്കിൽ ഹോട്ടൽസോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇന്നത്തേക്കുള്ള ലഞ്ച് നമ്മൾ പാക്ക് ചെയ്ത് കൈപിടിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ ഗുരുദ്വാരയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിക്കുന്നത്. ഹോട്ടൽ ഗുരുപ്രസാദ്, ഇവിടെ നമ്മൾ താമസിക്കുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ഹൗസ്. എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്ക്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നും ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 10 മിനിറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് എത്തും. അവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ മ്യൂളുടെ പുറത്ത് കയറി പോകുന്നവരുടെ തിരക്കാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗാംഗരിയ വില്ലേജ്. സീ ലെവലിൽ നിന്നും 10,000 ഫീറ്റാണ്. നമ്മൾ പോകുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് ഏകദേശം 12,000 ഫീറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 2,000 ഫീറ്റ് എലിവേഷൻ ഗെയിൻ ഇപ്പോൾ തന്നെ കിതപ്പ് തുടങ്ങി. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം നമുക്കൊരു 13 കിലോമീറ്ററിൻ്റെ ഹൈക്കിംഗ് ആണ് വരുന്നത്. ഈ ഒരു പോയിന്റ് വരെ മ്യൂൾസ് ഉണ്ടാവുള്ളൂ. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് മ്യൂൾസ് അലൗഡ് അല്ല. നമ്മൾ ഗുരുദ്വാരയുടെ അവിടെ നിന്നൊരു 500 മീറ്റർ പോന്നു. ഇവിടെയാണെങ്കിൽ മ്യൂള്. ഗുരുദ്വാരയിൽ നിന്ന് അവിടെ നിന്ന് 500 മീറ്റർ പോന്നു. ഇവിടുന്ന് വഴി 2ആയിട്ട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. നേരെ പോകുന്നത് ഹേംകുണ്ട് സാഹിബ്, ഈ ഒരു വഴി വാലി ഓഫ് ഫ്ലവേഴ്സ്. വാ പോ. Shamna, are you excited? എല്ലാവരും പണിഷ്മെന്റ് ആയിട്ട് നിർത്തിയേക്കണ പോലെ ഉണ്ട്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോയിന്റ് എത്തി. ഇവിടെയാണ് നമ്മൾ ആധാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ ഓഫീസേഴ്സ് നമ്മുടെ ബാഗ് ചിലപ്പോൾ ചെക്ക് ചെയ്യും. നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സോ അല്ലെങ്കിൽ ബോട്ടിൽസൊക്കെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന്. അത് നമുക്ക് കൊണ്ടുപോകാം, സ്നാക്സൊക്കെ കൊണ്ടുപോകാം. പക്ഷേ എക്സിറ്റ് ചെയ്യണ സമയത്ത് അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തണം. വാലിയിൽ ഡംപ് ചെയ്ത് പോരാൻ പാടില്ല. ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു റൂട്ട് മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. വാലിയിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കിടക്കുക. നമ്മൾ ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനിയുടെ കൂടെയാണ് ട്രെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോയിന്റിലുള്ള ഫോർമാലിറ്റീസ് എല്ലാം കമ്പനി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. 7 AM to 2 PM ആണ് ഇവിടെ എൻട്രി ടൈം. പിന്നെ തിരിച്ച് നമ്മൾ 4 മണിയാവുമ്പോഴത്തേക്കും ഈ ചെക്ക് പോയിന്റിൽ എത്തണം. അപ്പോൾ അവർ നമ്മൾ തിരിച്ചു വന്നു എന്നുള്ളത് ഇവിടെ റെക്കോർഡ്സിൽ മാർക്ക് ചെയ്യും. We are entering to Valley of Flowers National Park, the most awaited day. ഇവിടെയുള്ള ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊന്ന് പോകാം. സോ വാലിയിൽ എത്തിയിട്ട് ഫ്ലവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കാരണം ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മ്യൂൾസ് അലൗഡ് അല്ല, പ്ലാസ്റ്റിക് റെസ്ട്രിക്റ്റഡ് ആണ്, പിന്നെ ഡ്രോൺസ് അലൗഡ് അല്ല, പിന്നെ ഇവിടെ ക്യാമ്പിങ് ചെയ്യാൻ പാടില്ല. വാലി എത്തുമ്പോഴാണ് ഫ്ലവേഴ്സ് കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് എൻട്രിയിൽ തന്നെ കുറേ ഫ്ലവേഴ്സ് കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കുറേ അധികം സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ
ഒരു സൈൻ ബോർഡ് എത്തിയപ്പോൾ ഈ വാലി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കരടി ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ ഇത്രയധികം ആൾക്കാരൊക്കെ പോകുന്ന കാരണം കാണാൻ ചാൻസ് ഇല്ല. This is Himalayan sunflower. നമ്മളിപ്പോൾ വലിയൊരു ബോൾഡർ പോയിന്റ് ക്രോസ് ചെയ്തു. നമുക്ക് പുറകിലോട്ട് കാണാം. സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. കല്ലുകളൊക്കെ ഇങ്ങനെ ലൂസാകുന്നുണ്ട്, തെന്നുന്നുണ്ട്. പുഷ്പാവതി റിവർ ഒഴുകുന്നുണ്ട്. അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജും പോകുന്ന കാണാം. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. പുഷ്പാവതി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ടിപ്ര ഗ്ലേഷ്യേഴ്സ് എന്നാണ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് നിയർ റത്താപ്പൻ മൗണ്ടൻ റേഞ്ചസ്. ഈ ഗ്ലേഷ്യേഴ്സിൽ ഐസ് മെൽട്ടായിട്ടും അതുപോലെ സ്നോ ഒക്കെ മെൽട്ടായിട്ടാണ് പുഷ്പാവതി റിവറിലേക്കുള്ള വെള്ളം വരുന്നത്. പിന്നെ അത് വാലി ഓഫ് ഫ്ലവേഴ്സിൽ കൂടി ഒഴുകും. വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പുഷ്പാവതി റിവർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വളരുന്ന 500-ലധികം റെയർ ആൽപൈൻ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ വൈറ്റൽ വാട്ടർ റിസോഴ്സ് ആണത്. പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ നിന്നും താഴോട്ട് ഒഴുകി ഗാംഗരി എത്താറാവുമ്പോൾ ഹേംകുണ്ട് നിന്ന് വരുന്ന ഹേം ഗംഗ ആയിട്ട് പുഷ്പാവതി റിവർ മെർജ് ആവുന്നുണ്ട്. ഇത് രണ്ടും കൂടി മെർജായിട്ട് പിന്നെ ലക്ഷ്മൺ ഗംഗ എന്നുള്ള പേരിലാണ് ഒഴുകുന്നത്. ലക്ഷ്മൺ ഗംഗ പിന്നെ ഒഴുകി ഗോവിന്ദ് ഘാട്ട് എത്താറാവുമ്പോൾ അളകനന്ദ റിവറായിട്ട് ജോയിൻ ആവും. റിവർ ക്രോസ് ചെയ്തെത്തിയത് ഡെൻസ് പൈൻ ഫോറസ്റ്റിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകാനുള്ള ട്രാഫിക്കാണ് ഈ കാണുന്നത്. ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ്. ഇതാണ് ഭോജ്പത്ര. ഇതിൻ്റെ സ്കിന്ന്, ഈ മരത്തിൻ്റെ സ്കിന്നിലാണ് പണ്ട് മുനിമാരൊക്കെ എഴുതിയിരുന്നതും മന്ത്രങ്ങളും ലിപികളും ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീപ്പ് തന്നെയാണ് കേട്ടോ. ആ വാലിയുടെ വ്യൂ പോയിന്റ് എത്തുന്നത് വരെ ഒത്തിരി സ്റ്റീപ്പ് തന്നെയാണ്. കല്ലുകൾ വീഴുന്ന സ്ഥലമാണെന്ന് എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിച്ചു പോകാനായിട്ട്. ആക്ച്വലി നിലത്ത് നോക്കണോ അത് പൂക്കളെ നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പൂക്കളെ നോക്കി നിന്നാൽ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മളിതാ പതുക്കെ വാലിയുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്താൻ പോവാണ്. Let's see. Here is the first view of valley. Look at this. How beautiful. നടുവിൽ കൂടെ ഒഴുകുന്ന പുഷ്പാവതി റിവർ വാലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന കുറച്ച് ഡിസെൻഡിങ് ആണ് വാലിയിലോട്ട്. കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നേച്ചർ സോൺ സൗണ്ട് സിസ്റ്റം ഉണ്ട്. വേറെ മ്യൂസിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. സോ പീസ്ഫുൾ. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ക്രൗഡ് ഒട്ടുമില്ല. സോ ഇറ്റ്സ് വെരി പീസ്ഫുൾ ഹിയർ. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ട്രക്കല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് ഹില്ലാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ബോൾഡേഴ്സ് കൂടിയാണ് നടക്കുന്നത്. പിന്നെ ട്രെയിലാണെങ്കിൽ ഒരു നാരോ ആയിട്ടുള്ളൊരു ട്രെയിലാണ് വരുന്നത്. ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഷൂവിൻ്റെ സോള്
കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണത്തിൻ്റെ ഊരിപ്പോന്നു. മറ്റേതിൻ്റെ ഏകദേശം പണി കിട്ടാനുള്ള പരുവത്തിലായിട്ടുണ്ട്. സോ നമ്മുടെ ഗൈഡിൻ്റെ കയ്യിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ കുറച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. ട്രെക്കിംഗ് ഷൂസൊക്കെ ഒരുപാട് പഴയതൊന്നും എടുത്തു കൊണ്ടുവരണ്ട, ഇതുപോലെ പണി കിട്ടും. ഓക്കെ ആണോ? ഈ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വാട്ടർ ക്രോസിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വാട്ടർ പ്രൂഫ് ഷൂ ഇട്ടിട്ട് വേണം വരാനായിട്ട്. ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ഒരു സ്വർഗത്തിലെത്തിയൊരു ഫീലിംഗ്. നോക്ക്, ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ മൈ ഫീലിംഗ് ടു എ നോൺ മൗണ്ടൻ പേഴ്സൺ? ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. Even though this is also part of the valley, but we say when you reach that bigger boulder, which is called Bamandhar, okay, that is officially the starting point of valley, even though you are in Valley of Flowers only, right? After that, it is comparatively flatter. Nothing is actually technically flat. It's just a gradual uphill and downhill after that. So it is a trail of 10 to 12 kilometers after that, okay? And the end point is Tipra Glacier. Tipra Glacier is that glacier that you see in the base of the peak there. That is the Tipra Glacier, and that is the source of Pushpavati river that you see flowing down there. Okay. So Tipra Glacier is the source of Pushpavati, the main source. Then the cluster of peaks that you see is Rataban. Rataban. Okay. And on the right side of Rataban is Ghodi Peak, and on that right, on its right is Hathi Parvat. Okay. ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നാൽ അവിടെ ഒരു വലിയൊരു ബോൾഡർ പോയിന്റ് ഉണ്ട്, ഒരു വലിയ കല്ല് ഇതാ കാണുന്നത്. അതിനെ ഭാമൻ ദ്വാർ എന്നാ പറയാം. അതാണ് നമ്മുടെ ടീമിൻ്റെ മീറ്റിംഗ് പോയിന്റ്. ഓൾറെഡി കുറച്ച് പേര് എത്തിക്കഴിഞ്ഞു, ഇനി കുറച്ച് പേര് കൂടെ വരാനുണ്ട്. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. പിന്നെ ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ നടന്നാൽ ഒരു മെമ്മോറിയൽ ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ മെമ്മോറിയൽ വരെ നടക്കാം, അല്ലാത്തവർക്ക് ഇവിടെ വാലി തന്നെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഹിയർ ഈസ് അവർ ഗ്രൂപ്പ് ഫോട്ടോ. ഞങ്ങളുടെ കുറച്ച് പേര് ആ മെമ്മോറിയൽ വരെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെയുള്ള പൂക്കളും വാലിയും ഒക്കെ ഒന്ന് കണ്ടോളൂ. ഞാൻ ഈ വാലി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ലോകം എങ്ങനെയാണ് ഈ വാലിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പുരാണത്തിൽ ഈ വാലി നന്ദൻവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ദ്രദേവൻ്റെ ഉദ്യാനമാണെന്നാണ് പണ്ടത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഇവിടുത്തെ ഗ്രാമീണരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വാലിൻ്റെ ഉള്ളിൽ ഗന്ധർവന്മാരും അപ്സരസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാലിയിലോട്ട് ആരെങ്കിലും കടന്നാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെന്നാണ്. അതുകൊണ്ട് ഭയം കാരണം ആരും ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. അങ്ങനെ ഇരിക്കെ 1931 ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഹൈക്കർ ഫ്രാങ്ക് എസ് സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ടീമും മൗണ്ട് കാമറ്റ് എക്സ്പെഡീഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അതിനിടയിൽ അവർക്ക് ഒന്ന് വഴിതെറ്റി. ഒരു ഗ്ലേഷ്യർ പാസ് ചെയ്തിട്ട് അവർ ഈ വാലി എത്തി. വാലി എത്തിയതും അവരിവിടുത്തെ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ആദ്യം ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് സ്പോട്ട് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്ത് പൂക്കൾ മാത്രം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും 2 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തു. പിന്നീട് 1937 ഫ്രാങ്ക് എസ് സ്മിത്ത് ഇവിടെ വീണ്ടും വന്നു, ഇവിടുത്തെ പൂക്കളെക്കുറിച്ചൊക്കെ പഠിച്ചു. 1938 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. മുന്നേ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ അവരുടെ ആടുമാടുകളെ മേയ്ക്കാനൊക്കെ ഇവിടെ വരുമായിരുന്നു. 1982 ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതിന് ശേഷം കന്നുകാലികളൊന്നും ഇവിടെ മേയ്ക്കാൻ കൊണ്ടുവരാൻ പാടില്ല എന്നായി. 2005 വാലി ഓഫ് ഫ്ലവേഴ്സിന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തു. ഈ ഒരു ഏരിയ നന്ദാദേവി ബയോസ്ഫിയർ റിസർച്ച് ഏരിയയിലാണ് വരുന്നത്. ഗൈസ്, ദിസ് ഇസ് ഹെവൻ. പെയിൻറ്റിങ് ഓൺ എ ക്യാൻവാസ് എന്ന് പറയാം.
നാലുപാടും മേഘങ്ങൾ നിറഞ്ഞ മൗണ്ടൻസ്, അത് തട്ടി വരുന്ന കാറ്റ്. എന്താ ഒരു ഫീൽ എന്നറിയോ? ഇതൊക്കെ റിയലാണ്, സ്വപ്നമല്ല എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുകയാണ്. നോക്കൂ, ഒറ്റൊരു സ്ഥലത്ത് ഇത്രയധികം ഡിഫറെൻറ്റ് ഫ്രെയിംസ്. ഗ്ലേഷ്യർ, റിവർ, ക്ലൗഡ്സ്, മൗണ്ടൻസ്, വാട്ടർഫാൾസ്, ഫ്ലവർ, വാലി, മെഡോസ്. ഓ മൈ ഗോഡ്, ഭൂമിയിലെ കംപ്ലീറ്റ് കളർ പാലറ്റ് ഇവിടെയുണ്ട്. ക്യാമറ ഒരിക്കലും നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ജസ്റ്റിഫൈ ചെയ്യില്ല കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ യൂട്യൂബ് വീഡിയോസൊക്കെ വീട്ടിലിരുന്ന് കണ്ടാൽ മതിയില്ലേ, പോയ പോലെ ആയില്ലേ എന്നൊക്കെ. പക്ഷെ അല്ല കേട്ടോ, ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ആ വീഡിയോസൊന്നും ഒന്നുമല്ല, അതിനേക്കാൾ അധികം അവിടെ കാണാനുണ്ട്. എല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ഇവിടെ എന്തായാലും വരണം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ ഒരു ട്രെയിലുണ്ടല്ലോ, ഇത് ലേഡി മാർഗരറ്റ് ജോണിൻ്റെ മെമ്മോറിയലിൽ അവിടേക്കുള്ള ഒരു ട്രെയിലാണ്. ഇവിടെ ആകുമ്പോൾ അധികം ക്രൗഡില്ല, വെരി പീസ്ഫുൾ. ബെസ്റ്റ് ഡിസിഷൻ വി മെയ്ഡ്. കാരണം കുറേ പേര് ബോൾഡർ പോയിൻറ്റിൽ വെയിറ്റ് ചെയ്യാണ്, ദേ ആർ നോട്ട് കമ്മിങ്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന മെമ്മോറിയലിനെ കുറിച്ച് പറയാം. 1939 ഇംഗ്ലണ്ടിൽ നിന്നൊരു ബോട്ടണിസ്റ്റ്, അവരുടെ പേര് ലേഡി ജോൺ മാർഗരറ്റ് ലെഗി എന്നാണ്. അവരിവിടെ ഇന്ത്യയിൽ വന്നു, ഈ വാലിയിലെത്തി ഇവിടുത്തെ ആൽപൈൻ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സ്പെസിമെൻ കളക്ട് ചെയ്യായിരുന്നു. അതിനിടയിൽ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു റോക്കിൻ്റെ മേലെ നിന്ന് വീണ് മരിച്ചു. 1940 ഇവരുടെ സിസ്റ്റർ ഇവിടെ വന്നു, ഈ ലേഡിക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ പണിതു. നിങ്ങൾ വാലി ഓഫ് ഫ്ലവേഴ്സ് വരുമ്പോൾ ഈ ഒരു ട്രെയിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ആ ബോൾഡർ പോയിന്റ് വരെ ഭയങ്കര തിരക്കും ക്രൗഡൊക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു ഹെവൻലി ഫീലിംഗ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. മെമ്മോറിയലിൻ്റെ അവിടേക്ക് 500 മീറ്ററും പിന്നെ അതുപോലെ റിവർ ബെഡിൻ്റെ അവിടേക്ക് 1.5 കിലോമീറ്ററുമാണുള്ളത്. ഇവിടെ നോക്കൂ, നമ്മൾ താഴെ നടക്കുന്ന കാല് വയ്ക്കുന്ന ഒരു സ്ഥലത്തുണ്ടല്ലോ, കല്ലുകളുടെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ കൂടുതൽ ഫേൺസ് ആണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് മെമ്മോറിയലിൻ്റെ അവിടെ എത്താറായി. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ലഞ്ച് ഈ മെമ്മോറിയലിൻ്റെ അടുത്തിരുന്ന് കഴിച്ചു. കുറച്ച് നേരം നമ്മൾ ഈ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവുകയാണ്.
ഇവിടെ സ്മെല്ല് വരുന്നുണ്ട് പൂക്കളുടെ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ വെതർ മാറി തുടങ്ങി, ഫോഗായി വരുന്നുണ്ട്, പിന്നെ മഴ ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. പറ്റുന്നവരൊക്കെ വരണം, ആരോഗ്യമുള്ള സമയത്ത് വരണം, നടക്കാൻ പറ്റുന്ന സമയത്ത് വരണം. ശരിക്കൊരു വണ്ടർ വേൾഡാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. മനസ്സിനും കണ്ണിനും കുളിർമ തരുന്ന കാഴ്ചകൾ. ബട്ട് വാട്ട് ഡിസപ്പോയിൻറ്റ്സ് മീ ഇസ് ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ഫ്രം ദ വിസിറ്റേഴ്സ്. പ്ലാസ്റ്റിക് ബോട്ടിൽസോ കവേഴ്സോ ഒന്നും വാലിയിൽ ഡംപ് ചെയ്യരുതെന്ന് എത്ര ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാലും സം പീപ്പിൾ ആർ സ്റ്റിൽ ഡൂയിങ് ദിസ്. വാലി ഓഫ് ഫ്ലവേഴ്സിൽ ഈ ഒരു ട്രെക്കിംഗ് ട്രെയിൽ മാത്രമാണുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പുതിയ ട്രെക്കിംഗ് ട്രെയിൽസ് ഉണ്ടാക്കി തുടങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കണമല്ലോ. വി ആർ നോട്ട് സപ്പോസ് ടു ഗോ ബിയോണ്ട് ദിസ് ട്രെക്കിംഗ് ട്രെയിൽ, ഓക്കെ. പക്ഷേ കുറച്ച് പേര് ഈ ട്രെക്കിംഗ് ട്രെയിലിൽ നിന്നും അവിടെയുള്ള പാറകളിലും ഒക്കെ പോയി ഫോട്ടോസ് എടുക്കുവാനായിട്ട് പതിയെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബാക്കിയുള്ളവരും അതുപോലെ കോപ്പി ചെയ്യും. ഈ ചെടികളൊക്കെ ചവിട്ടി നശിപ്പിച്ച് പാറപ്പുറത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ പോകും. ഈ ഒരു ഏരിയ ചെടികൾ കൊണ്ട് ഫില്ലായി നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ പോയി അവിടെയൊക്കെ ഗ്യാപ്പ് വന്നിരിക്കുക. കുറേ പേര് ഇവിടെ സോളോ ആയിട്ടാവും വരുന്നുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ കുറേ പേര് ട്രക്കിംഗ് ഗൈഡ്സിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഗൈഡ്സും ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ വഴി കൂടെ നടക്കണം എന്നൊക്കെ. നമ്മുടെ ട്രക്ക് ലീഡർ ഇതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ട്രാവലർ ആവാമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്കിതിൽ നടക്കുമ്പോൾ കാണാം കുറേ ആളുകൾ ഓഫ് ട്രെയിൽ പോയി അവിടുത്തെ ചെടികളൊക്കെ നശിപ്പിച്ച് വേറെ പുതിയ ട്രെയിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലൂടെ ആളുകൾ സ്ഥിരം നടന്ന് പിന്നെ അവിടെ ഒരു ചെടിയും വളരാതാവും. ഇങ്ങനെ ഓഫ് ട്രെയിൽ പോയി ഈ വാലിയിലെ 15% പ്ലാന്റ്സ് ഓൾറെഡി നശിച്ചു കഴിഞ്ഞു. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിലെ 80%ഉം യങ്സ്റ്റേഴ്സാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. എന്നിട്ടും ഇവരിൽ ചിലർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാറില്ല. എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞതാണ് അവർ ആദ്യം ചെയ്യുന്നത്. ഓഫ് ട്രെയിൽ പോകാൻ പാടില്ല, പാറപ്പുറത്ത് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടം വരെ എത്തി എന്നുള്ളത് ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ളൊരു മൊമെൻറ്റും കൂടിയാണിത്. സോ എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ഒരു റെസ്പോൺസിബിൾ ട്രാവലറിൻ്റെ പോലെ ബിഹേവ് ചെയ്യണം. നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. ഈ നേച്ചർ നെക്സ്റ്റ് ജനറേഷൻസിന് കൂടി കൈമാറാനുള്ളതാണെന്നുള്ള ബോധത്തിൽ ബിഹേവ് ചെയ്യുക. With that thought in mind, I am signing off from the Valley of Flowers. Hope you liked the video. Thank you for watching. Bye bye and take care.